ഇന്നത്തേത് എൻ്റെ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഒരു ദിവസത്തെ ഫുള്ളായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. ഇന്ന് പിന്നെ റിയ വീട്ടിലുണ്ടാവും കേട്ടോ. ഓള് 2-3 ദിവസമായിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്. അതായത് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഓളിൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നതാണ്. ആൾക്ക് കുട്ടികളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് ക്യാമറ പിടിച്ചു തരാനും അതിന് എന്തിപ്പോൾ എന്താണെങ്കിലും എന്തിപ്പോൾ ആളുണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഒന്നാമത് ഇതിൻ്റെ തീരുമാനമല്ല കേട്ടോ, ആള് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഈ ക്യാമറ പിടിച്ച് നടക്കൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരിക കാര്യം. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ ഇടും. ഇന്ന് പിന്നെ എന്തായാലും ആള് എന്താ ക്യാമറ പിടിച്ചു തരാൻ ഇതിനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് വിരുന്നേരും കൂടി ഉണ്ട് കേട്ടോ. അനിയത്തിയും മക്കളൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉൽക്കറിയുടെ കൂടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരത്തേക്ക് പോവുക അത്ര തന്നെ. ആളുടെ കുട്ടികൾക്ക് സ്കൂൾ മദ്രസകളുള്ളത് കൊണ്ട് തന്നെ ഇത്ര ദിവസം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ നേരത്തെ എണീറ്റ ഉടനെ തന്നെ ഞാൻ മുറ്റടിച്ച് അതുപോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. തുടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് രാവിലെ ചായക്കടി ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ ആകുമ്പോൾ ചൂട് കൊടുക്കണേ കഴിക്കുമ്പോഴല്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മക്കളൊക്കെ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടത്. പിന്നെ മക്കൾ എണീറ്റ് വന്നിട്ടാണ് ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത്. പൊതുവേ ഞാൻ കുറച്ച് വൈകിട്ടാണ് ചായ കുടിക്കുക. എനിക്ക് എണീറ്റ് വന്ന ഉടനെ ചായ കുടിച്ചാൽ ചായ കുടിക്കണ ഒരു ഇഷ്ടമല്ല കേട്ടോ. കാരണം ആ ഒരു നേരത്ത് കുടിച്ചാലോട്ട് പോവില്ല. മക്കൾക്ക് സ്കൂൾ മദ്രസകളുള്ള ഒരു ദിവസമാണെങ്കിൽ ഞാൻ എണീറ്റ് വന്ന് കഴിക്കാൻ ആദ്യം ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ അവരെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഒരു 9-10 മണി ആ ഒരു ടൈമിൽ ഞാൻ ചായ കുടിക്കുള്ളൂ. അതല്ല സ്കൂൾ മദ്രസൊക്കെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് മക്കളൊക്കെ നീറ്റ് വരുന്ന ആ ഒരു ടൈമിൽ ചായയും കടി ഉണ്ടാക്കും. അങ്ങനെ നിയമോൾക്കൊന്ന് മദ്രസ ഉണ്ട്, സ്കൂളില്ല. അപ്പോൾ മദ്രസക്ക് പോകാൻ നേരത്തെ ആൾക്ക് ബുക്കിൽ എന്തോ ഒരു സംശയം വന്നപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ മദ്രസക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവർ മദ്രസക്കൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ എല്ലായിടും ഒന്ന് തുടച്ചെടുത്തത്. ഇന്നത്തേക്ക് ഒരു ദിവസം പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് അത്ര വലിയ ചൂടില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. കാരണം ഇപ്പോൾ തണുപ്പ് കാലല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടേക്കൊക്കെ നല്ല തണുപ്പാണ്. വെയിൽ ഇറക്കുന്നുണ്ടെങ്കിലും ആ വെയിലത്ത് ഇങ്ങനെ പോയി നിൽക്കാൻ തോന്നിട്ടോ, അത്രയും തണുപ്പുണ്ട് ഇവിടെ. അങ്ങനെ അടിയും തോടൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് ഇനി ബിരിയാണി വെക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പണികളൊക്കെ അങ്ങോട്ട് ഒരുക്കി വെച്ചാൽ പിന്നെ അതിന് മാത്രം നിന്നാൽ മതിയല്ലോ. റിയ ഉണ്ടാകും കൊണ്ട് കുറേയൊക്കെ ആളും ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. ഞാൻ തുടച്ച് വന്നപ്പോഴേക്കിന് ആളിതാ എനിക്ക് അതിക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചിരങ്ങയൊക്കെ നുറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് കേട്ടോ എൻ്റെത് ഇങ്ങനെ. എന്നിപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഞാനും മക്കളും ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവില്ലല്ലോ. എവിടേക്കെങ്കിലുമൊക്കെ പോവാണ്ടാവും, അതുപോലെ തന്നെ വിരുന്നേരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാവും, അതിന് വേണ്ടാണ്ടാവും. അങ്ങനെയൊക്കെ ആക്കാരം. എന്നിപ്പോൾ ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എടുത്തതാണ് ഞാൻ. ബിരിയാണി വെക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ ഇന്നലെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ബിരിയാണി വെക്കണത് ബിരിയാണി പോട്ടിൽ തന്നെയാണ് കേട്ടോ, ഗ്യാസുമ്മേ. ഞാനങ്ങനെ അടുപ്പൊന്നും പൂട്ടാറില്ല. കാരണം ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് കുക്ക് ചെയ്യലും. അതേപോലെ തന്നെ കറണ്ട് അടുപ്പ് ഉണ്ടാകുമ്പോൾ അതുമ്മ രണ്ടുമ്പോൾ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുക. ഒരു 3-4 ആൾക്കാരൊക്കെ വിരുന്ന് വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ബിരിയാണി വെക്കൽ, ഈ ഒരു ബിരിയാണി പോട്ടിൽ തന്നെ. അതല്ല ഒരുപാട് ആളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പാർസൽ കൊണ്ടുവരിച്ച് തന്നെ, അല്ലാതെ പിന്നെ രക്ഷയില്ലല്ലോ. അങ്ങനെ വാടത്തെ. അപ്പൊ ഒരു രസം ഉണ്ടാവും. അല്ല അപ്പൊ കഴിച്ചു പോരും. എന്തേ എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചണ്ടേ. അതാണ് തട്ടിക്കോ. ഇതെന്താ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും എന്റെ ഷോർട്സിൽ കിട്ടൂല. ഷോർട്സിൽ അതില് കുറച്ച് ചാഞ്ചിയല്ലോ. അങ്ങനെ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ വെക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അതായത് ഞാൻ വിരുന്നേര് വരുന്നുണ്ട്, നേരെ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലതിൽ വെക്കുകയാണെങ്കിൽ അന്ന് ആ ബിരിയാണി കൊളാവും കേട്ടോ. അതേപോലെ തന്നെ
നമ്മളൊന്നും കരുതാതെ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെയൊക്കെ കരുതി വെക്കുമ്പോൾ ആ ബിരിയാണി ശരിയാവും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കരുതിയിട്ടില്ല. അനിയത്തി മക്കളും മാത്രമേ ഉള്ളൂല്ലോ, വേറെ ആരുമില്ലല്ലോ, നമ്മുടെ വീട്ടുകാർ തന്നെയല്ലേ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ എന്ത് കാട്ടി, അപ്പോൾ അതിനായിട്ട് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി അത്ര. ചിക്കന് പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചിക്കന് പൊരിക്കാതെ തന്നെയാണ് വെക്കണത്. അതായത് ചിക്കൻ ആ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അടക്കാതെ അങ്ങനെ എന്താപ്പോൾ വേവിച്ചെടുക്കുക. കാരണം അതായത് ഇതിൻ്റെ അടപ്പ് അടച്ചിട്ടാ വേവിക്കണമെങ്കിൽ ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് വെള്ളമാവും. അപ്പക്കിന് പിന്നെ നമുക്ക് എന്താപ്പോൾ ദമ്മിടാനാവുമ്പോഴേക്കിന് ചിക്കൻ ആകെ വെന്ത് കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടപ്പടക്കാതെ ഞാൻ അങ്ങനെ ഗ്യാസിലിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ ചിക്കനൊക്കെ വേവാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ അരിയിടാൻ വേണ്ടിയിട്ട് എന്താപ്പോൾ കറണ്ടടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലറ ചില്ലറ പണികൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് പാത്രം കഴുകാനും പിന്നെ എന്താപ്പോൾ ജ്യൂസ് അടിക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. ജ്യൂസ് അടിക്കാനെന്ന് പറഞ്ഞാലേ ഞാൻ ഫ്രൂട്ട്സ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താപ്പോൾ അപ്പോൾ ഒരു ചിരങ്ങയുടെ മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പാൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ആ ഒരു ചിരങ്ങ എന്താപ്പോൾ വേവിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ എന്താപ്പോൾ ജ്യൂസ് അടിക്കുന്നത്. ഞാൻ വീടിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റാക്കി വരുമ്പോഴേക്കിനെ എൻ്റെ ഇശയിൽ പോയിട്ട് ഓരോ ഭാഗം ഇങ്ങനെ കൊളാക്കിയിട്ട് കേട്ടോ. ഈ സ്റ്റൂളൊക്കെ ഇട്ട് കയറി ഇല്ലതൊക്കെ വലിച്ചിട്ട് പരത്തിയിട്ട് പോന്നിട്ടുണ്ടാവും ആള്. പിന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ പിന്നെ വൃത്തികേടായി കിടക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അത് പോയി നേരാക്കി വരും. അങ്ങനെ ടൈം അങ്ങനെ പോവും. അങ്ങനെ എന്താപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ അളന്നെടുക്കുക. അരിയൊക്കെ അളന്നെടുത്തിട്ട് പിന്നെ ഞാനത് നല്ലോണം കേക്ക് വൃത്തിയാക്കി ഞാൻ എന്താപ്പോൾ തിളച്ച വെള്ളത്തേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിയത അപ്പക്കിന് എന്താപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെ ഉള്ളിയും അതുപോലെ തന്നെ മുളകൊക്കെ അരിഞ്ഞ് തൈര് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കാണ്. ആളുണ്ടായത് കൊണ്ട് എൻ്റെ പണി നേരത്തെ ഒരുങ്ങിട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സഹായത്തിന്. ആൾക്ക് കുക്കിംഗ് ഒന്നും അങ്ങനെ അറിയില്ല, എന്നാലും എന്താപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ ചെയ്തു തരും. ഒന്നും അറിയില്ലെങ്കിലും നമ്മുടെ പിന്നാലെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളികൾ അരിയാനും അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആൾക്ക് കൊടുക്കും. എന്നാലും ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണി വെക്കണേ ഇതാക്കണൊക്കെ. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ച് അതേപോലെ തന്നെ അത് ഇളക്കാനും എന്താപ്പോൾ പൊടികളൊക്കെ എത്ര ഇടും അങ്ങനെയൊക്കെ ചോദിച്ചറിയും. അങ്ങനെയൊക്കെ അങ്ങനത്തെ ആ തൈരൊക്കെ ആള് സെറ്റാക്കേണ്ട കേട്ടോ. അപ്പോൾ എന്നോട് അതിൽ ഉപ്പുണ്ടോ നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ ഉപ്പുണ്ടോ ഒക്കെ നോക്കുകയാണ്. ഏതായാലും ഉപ്പൊക്കെ കറക്റ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ആളെ ഇളക്കുന്നുണ്ട്. അപ്പോഴേക്കിന് ഇതാ ചോറ് ഇവിടെ എന്താപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും ഇതാ വെള്ളമൊക്കെ വറ്റി എന്താപ്പോൾ ഓവർ വേവാതെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അടപ്പടക്കാതെ അങ്ങനെ വേവിച്ചെടുത്തതാണ്. അങ്ങനെ ചോറൊക്കെ ഊറ്റി ഞാൻ എന്താപ്പോൾ ഒരു പാത്രത്തിലിട്ട് ഇത് വെള്ളമൊക്കെ ഇതായിട്ടാണ് പിന്നെ ദമ്മിടുന്നത്. അതായത് ഒറ്റ വട്ടം തന്നെ ഉള്ളൂ ദമ്മിടുന്നത്. എല്ലാ ചോറും പാടെ ഒന്നിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ ഉള്ളി ഇതാക്കി നെയ്യ് ഒഴിച്ച് അങ്ങനെ സെറ്റാക്കുകയാണ്. ഗൈസ് അങ്ങനെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. ഇന്ന് നേരാവോ എന്താന്ന് അറിയില്ല കേട്ടോ. എന്താപ്പോ പൊതുവെ ഞാൻ വിരുന്നേര് വരുന്നത് ബിരിയാണി വെക്കുമ്പോൾ നേരാവലില്ല. ഇന്ന് എന്താകാന്ന് നമുക്ക് നോക്കിയത്. അപ്പം ഇനി എന്താ പറയുക, ഇനി ജ്യൂസ് അടിക്കാണ്ട് അടുക്കള വൃത്തിയാക്കാണ്ട് പിന്നെ അലക്കണം കുളിക്കണം അത്ര. അപ്പം ഇനി ഇതൊക്കെ നേരാകട്ടെ. ഇശല് എൻ്റെ കുറ്റം കാട്ടുന്നുണ്ട്. എന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നെ പറഞ്ഞിട്ടില്ലടി. നല്ല കുട്ടി. എന്നാ ഇശലിനെ പറയണില്ല. നിർത്തി. ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ച് അങ്ങനെ ജ്യൂസ് അടിച്ച് ഞാൻ അലക്കാനും കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കിന് ഏകദേശം ഒരു മണിയാകുമ്പോഴേക്കിന് അനിയത്തിയും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്ലം കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർ വന്ന് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് എങ്ങനെ ഉണ്ട്? അടക്ക ചെഞ്ചല് മാമയിച്ചോ മേമിന്റെ കുട്ടി ഞാനൊക്കെയല്ലേ, മേമിന്റെ കുട്ടിന്റെ കുട്ടിക്ക് ഈ സെസലാന്ന് ഞാൻ എടുക്കണമെന്നുള്ളൂ കേട്ടോ. ഇന്റെ കുട്ടി ഹിഷല. അവർ എത്തിയപ്പോഴേക്കിനെ 1 മണി ആയതുകൊണ്ട് തന്നെ വെള്ളം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. കാരണം ഫുഡ് കഴിച്ച് നമുക്ക് ആ ഒരു പണി അങ്ങോട്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ ഇരുന്ന് വർത്താനം പറയാലോ. പിന്നെ ചെറിയ മക്കളല്ലേ, അവർക്കാണെങ്കിൽ വിശന്നിട്ടും ഉണ്ടാവും. എന്തായാലും ദമ്മൊക്കെ ഞാൻ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കണം കേട്ടോ. ഇന്നെന്തായാലും തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ വെച്ചതും കൊണ്ട് പറയില്ല കേട്ടോ, അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ചെറിയ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. മഞ്ഞു കൊണ്ടുതരടേ. തണുപ്പോട്ടോ ശരി. കുടിച്ചോ? ഇവിടെ
ഫോട്ടോഗ്രാഫർ റിയ, ചെറിയ മോൾ ചഞ്ചലേ വാ. എന്താ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആ പാത്രമൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അനിയത്തിനൊന്ന് മാറ്റിച്ച് ഒരുക്കി ഞങ്ങൾ എന്താ മാം ട്യൂബിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ആള് പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ആളെടുത്ത് ഉള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ച് വന്നു. എന്നിട്ട് ഇത് അവർ കൊണ്ടുവന്ന പ്ലം കേക്കും അതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി റിയ അതൊക്കെ മുറിച്ച് മക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇന്ന് ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇത് വന്നതാണ് കേട്ടോ, നമുക്ക് ഇങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോന്ന്. അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വണ്ടിയിൽ നമുക്ക് വെറുതെ ഒന്നും കരുതിയിട്ടില്ല കേട്ടോ, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടൊന്ന് പോയാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ 5-10 മിനിറ്റ് തൊട്ട് ഇതാ നിർവ്വഹണം എല്ലാവരും മാറ്റി റെഡിയായി ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, അങ്ങനെ വണ്ടിയിൽ കയറിട്ടോ. വണ്ടിയിൽ കയറിയപ്പോഴും എങ്ങോട്ടാന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ മണ്ണാർക്കാട് പോയി പോരുക അത്രയുള്ളൂ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പോയി കോളേജിൻ്റെ അവിടെ എത്തിയിട്ട് മോസി കണ്ടപ്പോഴാണ് പിന്നെ നമുക്ക് ഏതായാലും ഓരോ അവിൽ മിൽക്ക് കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഓക്കെ ആയപ്പോൾ ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കയറി എല്ലാവരും അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. മക്കൾക്കൊക്കെ ഏതൊക്കെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും ഓരോ വെറൈറ്റികളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിൽ മിൽക്ക് കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എല്ലാവരും പാടെ കൂടിയ ഒരു പ്രത്യേക വൈബ് തന്നെയാക്കാരം കേട്ടോ. അതായത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് വിരുന്ന് വന്നാലും നല്ല അടിപൊളിയാക്കാരം, മക്കളൊക്കെ പാടെ തിരക്കൂട്ടിയിട്ടും ഒക്കെ രസകരം. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും പാടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമക്കാരം കേട്ടോ. പിന്നെ എനിക്കൊക്കെ എങ്ങനെ പിന്നെ എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോരാനേ തോന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാക്കാൻ. ഇപ്പം മക്കൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ആക്കാരം കേട്ടോ, അവർക്ക് പോവാനേ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ സ്കൂളും മദ്രസ ആയതുകൊണ്ട് അവർക്ക് പോവാതിരിക്കാനും പറ്റൂല. ഈശ്വലൊക്കെ അവർ പോകുമ്പോൾ കരയാക്കാരം കേട്ടോ, പോവണ്ടെന്ന് പറയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, പോവാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് അവിൽ മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അനിയത്തിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ആക്കി തന്നിട്ട് അവർ പിന്നെ പോകും അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.